വെൽക്കം ബാക്ക് ടു ജൂബ്ലിറ്റ്സ് ലേണിംഗ്. AI നമ്മുടെ ലോകം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള പുതിയ കോഴ്സുകളും പുതിയ സ്കില്ലുകളുമാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂജൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ് ഈ കോഴ്സ് വരുന്നത്. BSc ഹോണേഴ്സ് ഇൻ ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് കോഴ്സിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡാറ്റ സയൻസും AI ആണ് വരുന്നത്. അതായത് പുതിയ പൈത്തൺ, ആർ പ്രോഗ്രാം, അങ്ങനെയുള്ള പുതിയ ഡാറ്റ സയൻസ് ആൻഡ് AI ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു BSc കോഴ്സാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു BSc കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി അല്ല, എന്നാലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? ഡാറ്റ സയൻസ് പോലുള്ള ഒരു കോഴ്സ് പഠിക്കാൻ പറ്റും. നമുക്കറിയാം ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇങ്ങനെ BSc ഡാറ്റ സയൻസ് പോലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം ഭയങ്കര ലക്ഷങ്ങളോളം കൊടുത്തിട്ടാണ് സ്റ്റുഡൻസ് ഈ കോഴ്സുകൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ, നമ്മുടെ അടുത്ത് തന്നെ കാസർഗോഡ് ഒരു കോളേജിൽ ഇങ്ങനെ ഒരു BSc ഡാറ്റ സയൻസ് പ്ലസ് AI എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്ക് അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്കിനി എന്താണ് ആ കോഴ്സിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ നോക്കി നോക്കാം. അപ്പോൾ എലിജിബിലിറ്റി ആണെങ്കിൽ +2 സയൻസ് വിത്ത് മാത്സ് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്കാണ് ഈ കോഴ്സിന് കുട്ടി എലിജിബിൾ ആവുന്നത്. പിന്നെ നമുക്കറിയാം CUK-യിൽ CUET UG വഴിയാണ് കോഴ്സുകളുടെ അഡ്മിഷൻ വരുന്നത്. അപ്പോൾ CUET UG-യിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് എന്തായാലും അറ്റൻഡ് ചെയ്യണം. അതുപോലെ മാത്സിൻ്റെ പേപ്പർ എന്തായാലും അറ്റൻഡ് ചെയ്യണം. പിന്നെ വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഈ 4 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കമ്പൾസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ 3 സബ്ജക്റ്റുകളുടെ മാർക്ക് നോക്കിയിട്ടാണ് CUK റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും പബ്ലിഷ് ചെയ്യുക. മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ ഞാൻ പറഞ്ഞ 4 സബ്ജക്റ്റിൽ ഒരു പേപ്പറിൻ്റെ മാർക്ക്, അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ്ലി CUET ബേസ്ഡ് ആയിട്ട് മെറിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു മെറിറ്റ് ബേസ്ഡ് ആയിട്ട് അഡ്മിഷൻ വരുന്ന ഒരു കോഴ്സാണ് CUK-യിൽ BSc ഹോണേഴ്സ് ഇൻ ഡാറ്റ സയൻസ് ആൻഡ് AI എന്ന് പറയുന്നത്. പിന്നെ ആണെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലൊരു സാധാരണ നമുക്കറിയാം ചില കോളേജുകളിലൊക്കെ ഇപ്പോഴും BSc കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ വെറും തിയറി ക്ലാസ്സുകൾ മാത്രമാണ് നൽകുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ കരിക്കുലം കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും തിയറീൻ്റെ അതേ ഇമ്പോർട്ടൻ്റ് ഒരു പ്രാക്ടിക്കൽസിനും കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പൈത്തൺ, ആർ പ്രോഗ്രാം, അതുപോലെ അങ്ങനെയുള്ള ഡീപ്പ് ലേണിംഗ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടെക്നോളജീസ് ഇവരുടെ കരിക്കുലത്തിൽ തന്നെ ഇൻക്ലൂഡ് ആക്കി. അപ്പോൾ നമുക്ക് തിയറിയുടെ കൂടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷറോട് CUK-യിൽ ഈ കോഴ്സ് പഠിക്കുന്നത് വഴി കിട്ടും. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ഡാറ്റ സയൻസിനും AIക്കും ഇനിയുള്ളൊരു കാലത്ത് എത്രത്തോളം നമ്മുടെ ഈ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് AI അത്രയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോഴ്സ് കേരളത്തിലെ തന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഫോർഡബിൾ ആയിട്ട് പഠിക്കാനുള്ള നല്ലൊരു അവസരമാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ +1 +2 പഠിക്കുന്ന സ്റ്റുഡൻസ് ചെയ്യേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞിട്ടുള്ള പേപ്പേഴ്സ് ഇപ്പോൾ തന്നെ CUET-യിൽ കറക്റ്റായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം.